ഉപ്പും മുളകും ഷോ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോയാണ്. വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ മെയിനായിട്ട് ബാലു, നീലു ഈ ക്യാരക്ടർ ചെയ്യുന്ന ബിജു സോപാനോ, അതുപോലെ തന്നെ നിഷ സാരംഗ് ഭയങ്കരമായിട്ട് പ്രേക്ഷകരെ ഭയങ്കരമായിട്ട് ആകർഷിച്ച ആൾക്കാരാണ്. ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുമാണ്. കുറച്ച് നാളുകളായിട്ട് ഈ ഒരു രണ്ടുപേരെയും സീരിയലിൽ കാണാനില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ബാലു എന്ന ക്യാരക്ടർ ചെയ്യുന്ന ബിജു സോപാനത്തിനെതിരെ ഒരു കേസ് വരുന്ന. ആ ഒരു ഉപ്പും മുളകും സെറ്റിലുള്ള ഒരു സ്ത്രീക്കെതിരെ ലൈംഗികമായിട്ട് അപ്രോച്ച് ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. കൂടെ ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ ആ ഒരു സീരിയലിൽ തന്നെ ശ്രീകുട്ടൻ എന്ന ക്യാരക്ടർ ചെയ്യുന്ന വ്യക്തിക്കെതിരെയും ഇങ്ങനെ രണ്ട് പേർക്കെതിരെയായിരുന്നു കേസ് വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈ ഒരു ശ്രീകുട്ടനും അതുപോലെ തന്നെ ഈ ബാലു മാറി നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് ശേഷം ഇവർ മാറുന്ന അതേ സമയത്ത് തന്നെ നിഷ, അതായത് നീലു എന്ന ക്യാരക്ടർ ചെയ്യുന്ന നിഷ സാരംഗും ആ ഒരു സീരിയലിൽ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു. ഇതോടെ തന്നെ കുറേയധികം പേര് ഊഹിച്ചൊരു കാര്യം, ആ ഒരു സ്ത്രീ നിഷ സാരംഗാണോ ഇവർക്ക് രണ്ടുപേർക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എവിടെയും വെളിയിലൊന്നും തന്നെ ആരും പറഞ്ഞിട്ടുള്ളത് ഫുൾ കൺഫേം ഒന്നും ആയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പം പുതിയതായിട്ട് കഴിഞ്ഞ ദിവസം ബാലുവിൻ്റെ, അതായത് ബിജു സോപാനത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണുന്നത്. ആ ഒരു ഇൻ്റർവ്യൂവിൽ ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ആ ഒരു കേസ് കൊടുത്ത സമയത്ത് പബ്ലിക്കലി വന്ന് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ചോദിച്ച സമയത്താണ് അങ്ങനെ പറ്റത്തില്ല, കാരണം എന്ന് പറഞ്ഞാൽ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതിൻ്റെ ഫോളോ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്, എപ്പോഴാണോ അത് നിയമം തെളിയിക്കുന്ന ആ സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ആരാണ് ആ ഒരു സ്ത്രീ എന്നോ ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തനിക്കെതിരെ കേസ് കൊടുത്ത ഒരു സ്ത്രീയുടെ പേര് പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു. പക്ഷേ എന്നാലും ചെറിയ ഓരോ ഹിൻ്റൊക്കെ വെച്ചിട്ട് ആൾക്കാർ പറയുന്നത് അത് നീലു, അതായത് നിഷ സാരംഗ് തന്നെയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ആ ഒരു ഇൻ്റർവ്യൂവിൽ ഫുള്ള് ബാലു ഉണ്ടെങ്കിൽ, അതായത് ബിജു സോപാനം ഒരിക്കൽ തന്നെ ആ ഒരു സ്ത്രീയെ കുറ്റപ്പെടുത്തിയ രീതിയിൽ സംസാരിച്ചില്ല. കാരണം ചിലപ്പോൾ സാഹചര്യം മൂലമായിരിക്കും അങ്ങനെ പറ്റിയിട്ടുണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുകയൊന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും തൻ്റെ ജീവിതത്തിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. തൻ്റെ ആൾക്കാർ തന്നെ തെറ്റിദ്ധരിക്കുന്ന അങ്ങനത്തെ രീതി കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കേസ് തീരുമ്പോഴത്തേക്കും ഇതിനെപ്പറ്റി ഫുള്ളായിട്ട് പറയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എന്നാണ് ആ ഒരു ഇൻ്റർവ്യൂവിൽ ബിജു സോപാനം പറഞ്ഞിട്ടുണ്ടായിരുന്നത്.